കോഴിക്കോടുള്ള ഒരു പട്ടണത്തിൽ സമീറ എന്ന വിധവ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടും ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. 27 വയസ്സുള്ള സമീറക്ക് ഒരു കാർ ആക്സിഡൻറ്റിൽ എൻ്റെ എല്ലാമായിരുന്ന തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. ഭർത്താവിനെ നഷ്ടപ്പെട്ട സമീറ താൻ ആർക്കും ഒരു ഭാരമാകരുതെന്ന് കരുതി അവിടെ തന്നെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്നുണ്ട്. അവളുടെ 5 വയസ്സുള്ള അജ്മലാണ് അവൾക്ക് ഏക പ്രതീക്ഷ. അവനെ പഠിപ്പിച്ച് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു ചിന്ത. സമീറയുടെ സൗന്ദര്യവും പെരുമാറ്റവും കണ്ട് അവിടെയുള്ള വീട്ടുകാർക്കൊക്കെ സമീറയെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയിരിക്കെയാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ സലാമിൻ്റെ വിവാഹാലോചന സമീറക്ക് വരുന്നത്. അയാൾക്ക് 75 വയസ്സ് പ്രായമുള്ള ആളാണ്. ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വീട് സലാമിൻ്റെതായിരുന്നു. ഏക്കർ കണക്കിന് സ്വത്തുക്കളും അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ അയാൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ക്രൂരത വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്നാലും അയാളുടെ വാക്കുകൾ മറ്റുള്ളവരെ ആകർഷിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഇതിനു മുമ്പ് 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷെ 3 ഭാര്യമാരും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അയാൾ ഒഴിവാക്കി. എല്ലാം ആ ഭാര്യമാരുടെ തെറ്റാണെന്ന് ആ ഗ്രാമത്തിലെ എല്ലാവരോടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അയാൾ. പക്ഷേ ചിലർക്കൊക്കെ സത്യം അറിയാമായിരുന്നു. എന്നാൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ അയാളോട് ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അയാൾക്കെതിരെ സംസാരിച്ചാൽ ആ ഗ്രാമത്തിൽ ആർക്കും പിന്നെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെന്നാണ് അവർക്കറിയാമായിരുന്നു. ഒരു ദിവസം സലാം സമീറ ജോലി ചെയ്യുന്ന ടെക്സ്റ്റൈൽസിലേക്ക് പോയിരുന്നു. അവളെ കണ്ടപ്പോൾ അയാൾക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അവളെക്കുറിച്ച് സലാം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവൾ വിധവയാണെന്ന് മനസ്സിലായി. പിന്നീട് അവൾ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്ന വഴിയിലൊക്കെ വന്ന് നിന്ന് അയാൾ അവളെ ശല്യം ചെയ്യാൻ തുടങ്ങി. അയാളുടെ ആളുകളെ അവളെ അടുത്ത് പറഞ്ഞു വിട്ടു. സലാമിനെ കല്യാണം കഴിച്ചാൽ നിനക്ക് ഈ നാട്ടിൽ തന്നെ റാണിയായി ജീവിക്കാനുള്ള ഓഫറൊക്കെ അവർ കൊടുത്തു. സലാം എത്ര ശല്യപ്പെടുത്തിയാലും മകൻ്റെ ഭാവി ഓർത്ത് സമീറ എല്ലാം സഹിച്ച് കാലം കഴിച്ചുകൂട്ടി. ഇതിന് സമ്മതിച്ചില്ല. ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും അയാളുടെ ആൾക്കാരാണ്. അവൾക്ക് ഒന്നും ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല. പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. പോലീസൊക്കെ സലാമിൻ്റെ കൈക്കൂലി വാങ്ങുന്നവരാണ്. ഈ സാഹചര്യം മുതലെടുത്ത സലാം സമീറയെ സ്വന്തമാക്കാൻ ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്തു. ഒരു ദിവസം സമീറ വീട്ടിലില്ലാത്ത നേരം നോക്കി സലാം അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തി. അയാൾ ഭർത്താവിൻ്റെ ഉപ്പയോടും ഉമ്മയോടും സംസാരിച്ചു. എനിക്ക് സമീറയെ കല്യാണം കഴിപ്പിച്ചു തന്നാൽ നിങ്ങളുടെയൊക്കെ കഷ്ടപ്പാടുകൾ ഞാൻ തീർത്തു തരാം. നിങ്ങളുടെ ഈ വീട് മാറ്റി പുതിയൊരു ബംഗ്ലാവാക്കി തരാം. നിങ്ങളുടെ മരിച്ചുപോയ മകൻ്റെ കുഞ്ഞല്ലേ അവളോടൊപ്പമുള്ളത്. അവനെ ഞാൻ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കാം. സമീറയ്ക്ക് ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് നിങ്ങളെ നോക്കാനോ മകൻ്റെ നല്ല നിലയിൽ എത്തിക്കാനോ അവൾക്ക് സാധിക്കില്ല. അവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. 3 കെട്ടിയ വയസ്സനായ സലാമിനെ കൊണ്ട് തൻ്റെ മകളുടെ വെറും 27 വയസ്സുള്ള ഭാര്യയെ വിവാഹം ചെയ്തു കൊടുക്കാൻ അവർക്ക് സമ്മതമായിരുന്നില്ല. അവൾക്കിപ്പോൾ വിവാഹം ആവശ്യമില്ല. അവളുടെ മകൻ പഠിക്കാൻ മിടുക്കനാണ്. അവൻ്റെ ഭാവിയെപ്പറ്റി മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സലാമിനെ പിന്തിരിക്കാൻ ശ്രമിപ്പിച്ചു. പക്ഷേ കുറുക്കൻ്റെ കൗശലമുള്ള സലാം അവർക്ക് കൂടുതൽ സ്വത്ത് വാഗ്ദാനം ചെയ്തു. നിങ്ങളുടെ മരുമകളെ എനിക്ക് വിവാഹം ചെയ്തു തന്നാൽ നിങ്ങൾക്ക് നാട്ടിലെ പണക്കാരിൽ ഒരാളാകാം എന്നും നിങ്ങളുടെ മരുമകൾ എൻ്റെ നാട്ടിൽ ഒരു രാജ്ഞിയെപ്പോലെ ജീവിക്കുമെന്നും നിങ്ങൾക്കിതിന് സമ്മതമില്ലെങ്കിൽ നിങ്ങളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ സമീറയെ വിവാഹം കഴിക്കും എന്നും പറഞ്ഞപ്പോൾ ആ വൃദ്ധരായ മാതാപിതാക്കൾ പേടികൊണ്ട് വിവാഹത്തിന് സമ്മതം മൂളേണ്ടി വന്നു. സമീറ ടെക്സ്റ്റൈൽസിൽ നിന്ന് വന്നപ്പോൾ ആ വൃദ്ധരായ മാതാപിതാക്കൾ സമീറയോട് ഈ കാര്യം പറഞ്ഞു. മോളെ സമീറ, ഞങ്ങൾക്ക് പ്രായമായി. നിനക്ക് നീയെങ്കിലും ഒരു ആൺതുണ വേണ്ടേ? എത്ര കാലമെന്നാ വിചാരിച്ചിട്ടാണ് നീ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്ക്. നീ ആ സലാമിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്ക്. സമീറ ആദ്യം ഒന്ന് എതിർത്തു. എനിക്ക് വേണ്ട. 3 കെട്ടിയ സലാമിനെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ആ മാതാപിതാക്കൾ വീണ്ടും നിർബന്ധിപ്പിച്ചു. മോളെ സമീറ, അവന് കുറച്ച് പ്രായമായുള്ളൂ എന്നല്ലേ ഉള്ളൂ. അവന് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനല്ലേ. ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അവനോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. ഈ വിവാഹം കഴിഞ്ഞാൽ നീയും മോനും രക്ഷപ്പെടും. നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. അവൾക്ക് ഈ വിവാഹത്തിന് തീരെ താല്പര്യമില്ലെങ്കിലും ആ മാതാപിതാക്കളുടെ വാക്കും
മകൻ്റെ ഭാവിയും ഓർത്ത് ആ വിവാഹത്തിന് അവൾ സമ്മതിച്ചു. ഇത്രയും സുന്ദരിയായ സമീറ വൃദ്ധനായ സലാമിനെ വിവാഹം കഴിക്കാൻ പോകുന്ന വാർത്ത ആ നാട് മുഴുവൻ അറിഞ്ഞു. നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ചു. ചിലർ പറഞ്ഞു, ഇത് അധികം നാൾ പോവില്ല. കല്യാണവീരനായ സലാമിനെ 4ാമത്തെ കെട്ടാണിത്. ആദ്യത്തെ 3 അയാൾ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹം ആർഭാടമായി നടന്നു. സലാമിൻ്റെ ബംഗ്ലാവിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ആ വീട് കണ്ട് അവൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. അവൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത തോതിലായിരുന്നു അയാളുടെ വീട്. അന്ന് രാത്രി ഒരു ഗ്ലാസ് പാലുമായി മനസ്സില്ലാ മനസ്സോടെ അവൾ മണിയറയിലേക്ക് പോയി. എന്നാൽ സലാമിനെ അവിടെ എവിടെയും കാണാനില്ല. അത്യാവശ്യം മദ്യപാന ശീലമുണ്ടായ സലാം ഈ വിവാഹം നടന്ന സന്തോഷത്തിൽ കൂട്ടുകാരുമായി പുറത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അയാളുടെ എല്ലാ മോശപ്പെട്ട സ്വഭാവവും അറിയുന്ന സമീറക്ക് മദ്യപിക്കുന്ന സ്വഭാവം സമീറ ഇപ്പോഴാണ് അറിയുന്നത്. ഇത് കണ്ട് വിഷമിച്ച സമീറ അപ്പുറത്തെ റൂമിലേക്ക് പോയി ബെഡിൽ കിടന്നു ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് അലമാരക്ക് മുകളിൽ ഒരു പെട്ടി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉറക്കം വരാതിരുന്ന അവൾ ആ പെട്ടി തുറന്നു നോക്കി. അതിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. വെറുതെ ആ ഡയറി വായിച്ചു നോക്കി. ആ ഡയറിയിൽ വായിച്ച് അവൾ അത്ഭുതപ്പെട്ടു. തൻ്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് കാണാൻ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അവരെ വീട്ടിലിട്ട് പീഡിപ്പിച്ചതും പിന്നീട് ഒരു കറിവേപ്പില പോലെ എല്ലാ ഭാര്യമാരെയും ഉപേക്ഷിച്ചതായിരുന്നു ആ ഡയറിയിൽ എഴുതിയിരുന്നത്. അവൾ ഇടയ്ക്ക് സലാം വരുന്നുണ്ടോയെന്ന് നോക്കി. ഇല്ല, അയാൾ മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുകയാണ്. അവൾ വീണ്ടും വന്ന് ഡയറി വായിക്കാൻ തുടങ്ങി. അടുത്ത പേജ് വായിച്ചപ്പോൾ അവൾക്ക് തലയിൽ ഇടുത്തി വീണതുപോലെ തോന്നി. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: ഒരു ദിവസം ഞാൻ സമീറയെയും ഭർത്താവിനെയും മകനെയും ഒരു വിവാഹ വീട്ടിൽ വെച്ച് കണ്ടു. അവളുടെ ആ തട്ടമിട്ടുള്ള നിൽപ്പും അവളുടെ കണ്ണുകളും അവളുടെ സംസാര ശൈലിയും എന്നെ ഏറെ ആകർഷിച്ചിരുന്നു. ആ കണ്ടപാടെ അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ ഭർത്താവും മകനും അതിനൊരു വിലങ്ങുതടിയാണ്. അയാളുടെ നീക്കങ്ങൾ അറിയാൻ എൻ്റെ ആളുകളെ അയാളുടെ പിന്നാലെ അയച്ചു. ഒരു ദിവസം രാത്രി എൻ്റെ ഭർത്താവ് ഒറ്റക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. പിന്നാലെ ലോറിയുമായി പാഞ്ഞെടുത്ത എൻ്റെ ആളുകൾ ആ കാറിൻ ആക്സിഡൻ്റ് ഉണ്ടാക്കി. അയാളുടെ മരണം ഉറപ്പിച്ച ശേഷം അവർ തിരിച്ചു പോന്നു. അതൊരു അപകട മരണമാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. അതിൻ്റെ പിന്നിൽ ഞാനാണെന്ന കാര്യം ആർക്കും അറിയില്ല. വിധവയായ സമീറയുമായുള്ള എൻ്റെ വിവാഹമാണിന്ന്. ഈ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഇത് വായിക്കുമ്പോൾ സമീറയുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ഒഴുകുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മരണത്തിന് പിന്നിൽ സലാമാണെന്ന സത്യം മനസ്സിലാക്കിയ സമീറ തൻ്റെ മനോധൈര്യം വീണ്ടെടുത്ത് ആ രാത്രി തന്നെ ആരും കാണാതെ ഡയറിയുമായി തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുമൊത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തി. ആ ഡയറി തെളിവായി എടുത്ത് പോലീസുകാർ സലാമിനെ അറസ്റ്റ് ചെയ്തു. അയാൾ കുറ്റം സമ്മതിച്ചു. അയാളെ പിന്നെ കോടതിയിൽ ഹാജരാക്കി. പിന്നെ കൂട്ടത്തെളിവെടുപ്പിനായി അയാളെ അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ മകനെ ഇല്ലാതാക്കിയവനെ ശിക്ഷ വാങ്ങിക്കൊടുത്തതിലുള്ള സന്തോഷത്തിലായിരുന്നു ആ മാതാപിതാക്കൾ. സമീറ സലാമിൻ്റെ ആദ്യത്തെ 3 ഭാര്യയെയും കൂട്ടി ആ ഗ്രാമത്തിൽ തന്നെ ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തി. തൻ്റെ മരിച്ചുപോയ മാതാപിതാക്കളുടെയും മകൻ്റെയും കൂടെ സമീറ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.